വചനദീപം. ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 26 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ. ലൂക്കോസ് 8:26 മുതൽ 39 വരെ. അവർ ഗലീലയ്ക്ക് നേരെയുള്ള ഗെരസീന്യദേശത്ത് അണഞ്ഞു. അവൻ കരയ്ക്ക് ഇറങ്ങിയപ്പോൾ ബഹുകാലമായി ഭൂതങ്ങൾ ബാധിച്ചൊരു മനുഷ്യൻ പട്ടണത്തിൽ നിന്ന് വന്ന് എതിർപ്പെട്ടു. അവൻ ബഹുകാലമായി വസ്ത്രം ധരിക്കാതെയും വീട്ടിൽ പാർക്കാതെയും ശവക്കല്ലറകളിൽ അത്രേ ആയിരുന്നു. അവൻ യേശുവിനെ കണ്ടിട്ട് നിലവിളിച്ച് അവനെ നമസ്കരിച്ചു. യേശുവേ, മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എന്നെ ഉപദ്രവിക്കരുതേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു എന്ന് ഉറക്കെ പറഞ്ഞു. അവൻ അശുദ്ധാത്മാവിനോട് ആ മനുഷ്യനെ വിട്ടുപോകുവാൻ കൽപ്പിച്ചിരുന്നു. അത് വളരെ കാലമായി അവനെ ബാധിച്ചിരുന്നു. അവനെ ചങ്ങലയും വിലങ്ങും ഇട്ട് ബന്ധിച്ച് സൂക്ഷിച്ചിരുന്നിട്ടും അവൻ ബന്ധനങ്ങളെ തകർക്കുകയും ഭൂതം അവനെ കാടുകളിലേക്ക് ഓടിക്കുകയും ചെയ്യും. യേശു അവനോട്, നിന്റെ പേർ എന്ത് എന്ന് ചോദിച്ചു. അനേകം ഭൂതങ്ങൾ അവനെ ബാധിച്ചിരുന്നതുകൊണ്ട് ലെഗ്യോൻ എന്ന് അവൻ പറഞ്ഞു. പാതാളത്തിലേക്ക് പോകുവാൻ കൽപ്പിക്കരുത് എന്ന് അവ അവനോട് അപേക്ഷിച്ചു. അവിടെ മലയിൽ വലിയൊരു പന്നിക്കൂട്ടം മേഞ്ഞുകൊണ്ടിരുന്നു. അവയിൽ കടപ്പാൻ അനുവാദം തരണം എന്ന് അവനോട് അപേക്ഷിച്ചു. അവൻ അനുവാദം കൊടുത്തു. ഭൂതങ്ങൾ ആ മനുഷ്യനെ വിട്ട് പന്നികളിൽ കടന്നപ്പോൾ കൂട്ടം കടുംതൂക്കത്തോടെ തടാകത്തിലേക്ക് പാഞ്ഞ് വീർപ്പുമുട്ടി ചത്തു. ഈ സംഭവിച്ചത് മേയ്ക്കുന്നവർ കണ്ടിട്ട് ഓടിപ്പോയി പട്ടണത്തിലും നാട്ടിലും അറിയിച്ചു. സംഭവിച്ചത് കാണുവാൻ അവർ പുറപ്പെട്ട് യേശുവിന്റെ അടുക്കൽ വന്നു. ഭൂതങ്ങൾ വിട്ടുപോയ മനുഷ്യൻ വസ്ത്രം ധരിച്ചും സുബോധം പൂണ്ടും യേശുവിന്റെ കാൽക്കൽ ഇരിക്കുന്നത് കണ്ട് ഭയപ്പെട്ടു. ഭൂതഗ്രസ്തന് സൗഖ്യം വന്നത് എങ്ങനെയെന്ന് കണ്ടവർ അവരോടറിയിച്ചു. ഗെരസീന്യ ദേശത്തിലെ ജനസമൂഹം എല്ലാം ഭയപരവശരായി തങ്ങളെ വിട്ടുപോകണം എന്ന് അവനോട് അപേക്ഷിച്ചു. അങ്ങനെ അവൻ പടക് കയറി മടങ്ങിപ്പോന്നു. ഭൂതങ്ങൾ വിട്ടുപോയ ആൾ അവനോടുകൂടെ ഇരിപ്പാൻ അനുവാദം ചോദിച്ചു. അതിന് അവൻ, നീ വീട്ടിൽ മടങ്ങിച്ചെന്ന് ദൈവം നിനക്ക് ചെയ്തത് ഒക്കെയും അറിയിക്ക എന്ന് പറഞ്ഞ് അവനെ അയച്ചു. അവൻ പോയി യേശു തനിക്ക് ചെയ്തത് ഒക്കെയും പട്ടണത്തിൽ എല്ലായിടവും അറിയിച്ചു. യേശു തന്റെ ശിഷ്യന്മാരുമായി ഗലീല കടലിൽ കൂടി പടകിൽ യാത്ര ചെയ്തപ്പോൾ ഒരു ചുഴലിക്കാറ്റടിച്ചതാണ് നാം ഇതിനു മുൻപ് പഠിച്ചത്. യേശു കാറ്റിനെയും കടലിനെയും ശാസിച്ചു. ശിഷ്യന്മാർക്ക് യേശു ദൈവപുത്രനാണ്, സൃഷ്ടാവായ ദൈവമാണ് എന്ന് മനസ്സിലായി. അതിനുശേഷം സംഭവിച്ച കാര്യമാണ് നാം ഇന്ന് വായിച്ചത്. ആ പടക് ഗലീലക്കടലിന്റെ അക്കരെ എത്തി. ഗെരസേന്യദേശം അല്ലെങ്കിൽ ഗദരദേശം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ പടകെത്തിയത്. അവിടെ എത്തിയ ഉടനെ അവിടെയുള്ള പട്ടണത്തിൽ നിന്നും ഒരു മനുഷ്യൻ യേശുവിനെ എതിരേറ്റ് വന്നു. യേശു ഇതിനു മുൻപ് ആ സ്ഥലത്ത് പോയിട്ടുണ്ടോ എന്ന് സംശയമാണ്. എന്നാൽ യേശുവിനെ ഈ മനുഷ്യൻ തിരിച്ചറിഞ്ഞു. യേശുവിനെ പേര് ചൊല്ലിയാണ് വിളിക്കുന്നത്. യേശുവേ, മഹോന്നതനായ ദൈവപുത്ര എന്ന് വിളിച്ചുകൊണ്ടാണ്, ഉറക്കെ വിളിച്ചുകൊണ്ടാണ് ഈ മനുഷ്യൻ യേശുവിൻ്റെ അടുക്കൽ വരുന്നത്. യേശു ദൈവപുത്രനാണെന്ന് ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ കാറ്റിനെയും കടലിനെയും ശാസിക്കേണ്ടി വന്നു. തൻ്റെ അനേകമായ അത്ഭുതങ്ങളും പഠിപ്പിക്കലുകളും ഒക്കെ കണ്ടിട്ടും യഹൂദന്മാർ ഈ കാര്യം വിശ്വസിക്കുവാനോ അംഗീകരിക്കാനോ തയ്യാറായിട്ടില്ല. എന്നാൽ പിശാച് ബാധിച്ച ഒരു മനുഷ്യൻ യേശുവിനെ കണ്ട ഉടനെ യേശുവെ, മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര എന്ന് വിളിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ യേശുവിന് സന്തോഷം തോന്നേണ്ടതാണ്. കാരണം നിനക്കെങ്കിലും ഞാൻ ആരാണെന്ന് മനസ്സിലായല്ലോ എന്ന് യേശുവിന് പറയാമായിരുന്നു. പക്ഷെ അതല്ല അവിടെ സംഭവിച്ചത്. യേശു ഉടൻ തന്നെ ആ ഭൂതത്തോട് ആ മനുഷ്യനെ വിട്ടുപോകുവാൻ കൽപ്പിക്കുകയാണ്. ഇവിടെ ലൂക്കോസ് എഴുതുമ്പോൾ യേശു അവനിലുള്ള ഭൂതത്തെ ശാസിച്ച കാര്യം ചില
സംഭാഷണങ്ങൾക്ക് ശേഷമാണ് എഴുതിയിരിക്കുന്നത്. 29 വാക്യത്തിൽ അവൻ അശുദ്ധാത്മാവിനോട് ആ മനുഷ്യനെ വിട്ടുപോകാൻ കൽപ്പിച്ചിരുന്നു. അപ്പോൾ യേശു കൽപ്പിച്ച കാര്യം പിന്നീടാണ് ലൂക്കോസ് എഴുതുന്നത്. അതിനൊരു കാരണമുണ്ട്. ഈ മനുഷ്യൻ ഒരു സാധാരണക്കാരനല്ലായിരുന്നു. അവൻ്റെ വരവും അവൻ്റെ ഉച്ചത്തിലുള്ള അലർച്ചയും അട്ടഹാസവുമൊക്കെ ശിഷ്യന്മാരെ പ്രത്യേകാൽ ആകർഷിച്ചു. അവർ ഈ കാഴ്ച കണ്ട് അന്തം വിട്ട് കാണും. കാരണം ഈ മനുഷ്യൻ വസ്ത്രം ധരിക്കാത്ത ഒരു വ്യക്തിയാണ്. വസ്ത്രം ധരിക്കാത്ത ഒരു വ്യക്തി യേശുവിൻ്റെയും ശിഷ്യന്മാരുടെയും നേരെ ഉച്ചത്തിൽ സംസാരിച്ചുകൊണ്ട് വരുന്നത് കണ്ടാൽ ആരും ഒന്നമ്പരക്കും. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഈ സംഭവം വിവരിച്ചവർ യേശുവുമായിട്ടുള്ള സംഭാഷണമാണ് ആദ്യം എഴുതിയത്. യേശു ആദ്യം പറഞ്ഞ കാര്യം എഴുതുവാൻ അല്ലെങ്കിൽ പറയാൻ മറന്നുപോയി. അത് പിന്നീടാണ് എഴുതുന്നത്. ഇനി ഈ മനുഷ്യനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഇവൻ ഭൂതഗ്രസ്തനായിരുന്നു എന്ന് നമുക്കറിയാം. ഒരു മനുഷ്യനിൽ പിശാച് ബാധിച്ചാൽ എന്തൊക്കെ ലക്ഷണങ്ങൾ ആ വ്യക്തിക്കുണ്ടാവുമെന്ന് ഈ വ്യക്തിയുടെ ലക്ഷണങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം. അതിലൊന്നാമത്തേത് അവൻ വസ്ത്രം ധരിക്കുകയില്ല എന്നതാണ്. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ അവന് വസ്ത്രമില്ലായിരുന്നു. പാപം ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് മനുഷ്യന് നാണം തോന്നി അവൻ തന്നെ ഇല കൊണ്ട് ഉടുപ്പുണ്ടാക്കാനൊക്കെ ശ്രമിച്ചത്. പാപത്തിൻ്റെ ഫലമാണ് നഗ്നത അല്ലെങ്കിൽ നഗ്നതാബോധം. അതുകൊണ്ടാണ് മനുഷ്യർ വസ്ത്രം ധരിക്കുന്നത്. എന്നാൽ പിശാച് ബാധിച്ച ഈ മനുഷ്യന് പാപത്തെക്കുറിച്ച് ലജ്ജയില്ല. ദൈവം മുമ്പാകെയുള്ള അവൻ്റെ യഥാർത്ഥ അവസ്ഥയെക്കുറിച്ച് അവൻ അനുദപിക്കുന്നില്ല. അതിനെക്കുറിച്ച് അവന് ലജ്ജ തോന്നുന്നില്ല. ഇതാണ് പിശാച് ആദ്യമായി ചെയ്യുന്നത്. തൻ്റെ പാപത്തെ ഓർത്ത് ലജ്ജിക്കുവാനോ സങ്കടപ്പെടുവാനോ അവൻ തയ്യാറല്ല. നാം പലപ്പോഴും വിചാരിക്കും പിശാച് ബാധിച്ച ആളുകൾ, പിശാചെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ഭയപ്പെടുത്തുന്ന രൂപമൊക്കെയാണല്ലോ വരുന്നത്. എന്നാൽ വാസ്തവത്തിൽ അത് ശരിയല്ല. വെളിച്ച ദൂതൻ്റെ വേഷം ധരിച്ച് വരുന്നവനാണ് പിശാചെന്ന് നാം വായിക്കുന്നു. അതുപോലെ പിശാച് വീണുപോയ ഒരു ദൂതനാണ്. വളരെ ഭംഗിയായി വളരെ നല്ല നിലയിൽ ദൈവം സൃഷ്ടിച്ച ഒരു വ്യക്തിയാണ് പിശാച്. കൊമ്പും വാലും കറുത്ത നിറവും ഒക്കെയുള്ള ഒരു ഭീകര രൂപമെന്നാണ് നമ്മുടെ മനസ്സിൽ പിശാചിനെ കുറിച്ചുള്ളത്. പക്ഷേ വാസ്തവം അതായിരിക്കണം എന്നില്ല. ഏതായാലും പിശാച് ബാധിച്ച ഒരു വ്യക്തി, അവൻ്റെ ഒന്നാമത്തെ ലക്ഷണം അവൻ്റെ പാപത്തെക്കുറിച്ച് അനുദപിക്കുകയില്ല. പാപത്തെക്കുറിച്ച് അവനൊരു ലജ്ജയുമില്ല എന്നതാണ്. രണ്ടാമത്, അവന് മനുഷ്യരോട് ആരോഗ്യകരമായൊരു ബന്ധമില്ല. അവൻ വീട്ടിൽ താമസിക്കുകയില്ല. വീട്ടിലുള്ളവരുമായി സമാധാനത്തോടെ ജീവിക്കാൻ പിശാച് ബാധിച്ച ഒരാൾക്ക് സാധിക്കുകയില്ല. അവൻ വീട് വിട്ട് പുറത്തു പോയാണ് താമസിക്കുന്നത്. അവന് വീട്ടുകാരുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് നാം ഇതിൻ്റെ അവസാനം വായിക്കുന്നുണ്ട്. വീട്ടിൽ മടങ്ങിച്ചെന്ന് ദൈവം നിനക്ക് ചെയ്തു അവരോട് ഒക്കെയും അറിയിക്കുക എന്നാണ് യേശു പറഞ്ഞത്. അവന് വീടുണ്ട്, വീട്ടിൽ ആളുകളുമുണ്ട്. എന്നാൽ അവൻ്റെ കുടുംബത്തിലുള്ളവരോട് സമാധാനമായി ജീവിക്കുവാൻ അവന് കഴിയുന്നില്ല. ചില ആളുകൾ വലിയ ഭക്തി നടിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ അവർക്ക് കുടുംബത്തിൽ സമാധാനമായി ജീവിക്കുവാൻ കഴിയുന്നില്ല. അത് ദൈവാത്മാവിൻ്റെ ലക്ഷണമല്ല, ദുരാത്മാവിൻ്റെ ലക്ഷണമാണ്. ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ളിലുള്ളവർ വീട്ടിലുള്ളവരോട് സമാധാനമായി ജീവിക്കുവാൻ അവർക്ക് സാധിക്കും. ദുരാത്മാവ് ബാധിച്ചവർ അവർ എപ്പോഴും വീട്ടിലുള്ളവരുമായി അസമാധാനത്തിനും വഴക്കിനുമുള്ള കാരണം അന്വേഷിച്ചു കൊണ്ടിരിക്കും. നാലാമതായി നാം വായിക്കുന്നത്, ഇവൻ യാതൊരു നിയന്ത്രണങ്ങൾക്കും വിധേയനായിരുന്നില്ല. ചങ്ങലക്കിട്ട് കെട്ടിയാൽ ആ ചങ്ങല അവൻ പൊട്ടിച്ചു കളയും. 2-ാം സങ്കീർത്തനത്തിൽ ദൈവത്തിനും ദൈവത്തിൻ്റെ അഭിഷിക്തനും എതിരെ മറുതലിക്കുന്നവരെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട്. നാം അവൻ്റെ കെട്ടുകളെ പൊട്ടിച്ച് എറിഞ്ഞു കളക. ഇതാണ് ഭൂമിയിലുള്ള ജാതികളും ദൈവത്തിനെതിരെ മറുതലിക്കുന്ന അല്ലെങ്കിൽ ദൈവം നിയമിച്ച രാജാവിനെതിരെ മറുതലിക്കുന്ന ആളുകളും ചെയ്യുന്നത്. 2-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നു, സ്വർഗത്തിലുള്ളവൻ ചിരിക്കുന്നു. ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥകൾക്ക് അധീനനായി ജീവിക്കുവാൻ മനസ്സില്ലാത്തവൻ. ഈ നിയമങ്ങളൊക്കെ തെറ്റാണ്, ഈ നിയന്ത്രണങ്ങളും അതിരുകളൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ദൈവത്തിനെതിരെ മറുതലിക്കുന്നവരെ നോക്കി ദൈവം ചിരിക്കുകയാണ്. ഇവിടെ ഈ അശുദ്ധാത്മാവ് ബാധിച്ച മനുഷ്യൻ്റെയും സ്വഭാവം അതുതന്നെയാണ്. യാതൊരു നിയന്ത്രണങ്ങൾക്കും അവൻ വിധേയനാകില്ല. പരിശുദ്ധാത്മാവ് ഉള്ളിലുള്ള ഒരാൾ കീഴ്പ്പെട്ടിരിക്കുവാൻ മനസ്സുള്ളവനായിരിക്കും. പരിശുദ്ധാത്മ നിറവിനെക്കുറിച്ച് എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കുന്നവരായിരിക്കും എന്ന് നാം വായിക്കുന്നുണ്ട്. കീഴ്പ്പെടാൻ മനസ്സില്ലാത്തവർ, ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥകൾക്ക് കീഴ്പ്പെടാൻ മനസ്സില്ലാത്തവർ, അവർ പരിശുദ്ധാത്മ നിറവുള്ളവരല്ല, മറിച്ച് ദുരാത്മാവ് ബാധിച്ചവരാണ്. പിന്നീട് നാം
ഇയാളെക്കുറിച്ച് വായിക്കുന്നത് ശവക്കല്ലറുകളിലായിരുന്നു ഇയാളുടെ താമസം. മർക്കോസിന്റെ സുവിശേഷത്തിൽ ഇതേ ഭൂതഗ്രസ്തനെക്കുറിച്ച് നാം വായിക്കുന്നത് അവൻ കല്ലുകളെടുത്ത് തന്നെത്താൻ ചതച്ചു സ്വന്തം ശരീരത്തെ നശിപ്പിക്കുന്നവനായിരുന്നു എന്ന് കാണുന്നു. പിശാച് ബാധിച്ച ഒരു വ്യക്തി ദൈവം തനിക്ക് നൽകിയിരിക്കുന്ന ശരീരത്തെ നശിപ്പിക്കും. സൃഷ്ടിയുടെ മകുടമായിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. ആ മനുഷ്യന്റെ ജീവനെയും തൻ്റെ ശരീരത്തെയും നശിപ്പിക്കുന്നവൻ പിശാച് ബാധിച്ചവനാണ്. ഇത് സ്വന്തം ശരീരത്തെയാണെങ്കിലും മറ്റുള്ളവരുടെ ശരീരത്തെയാണെങ്കിലും അത് ശരിയാണ്. ഭൂമിയിൽ ആദ്യത്തെ കൊലപാതകം ചെയ്ത കായിനെക്കുറിച്ച് നാം വായിക്കുന്നത് അവൻ ദുഷ്ടനിൽ നിന്നുള്ളവൻ എന്നാണ്. പിശാച് കൊലപാതകനാണ്. അവൻ മറ്റുള്ളവരെ മാത്രമല്ല, പിശാച് ബാധിച്ച ആളുകളെയും അവൻ നശിപ്പിക്കും. അപ്പോൾ സ്വന്തം ശരീരത്തെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്നത് പൈശാചികമാണ്. ചില ആളുകളിൽ അത് മൂർച്ഛിച്ച് ആത്മഹത്യയായി തീരാറുണ്ട്. എന്നാൽ മറ്റ് പലരും ക്രമേണ അവരുടെ ശരീരത്തെ നശിപ്പിക്കുന്ന പല കാര്യങ്ങളും ചെയ്യും. ശരീരത്തെ നശിപ്പിക്കുന്ന മദ്യം, മയക്കുമരുന്ന് മുതലായ വസ്തുക്കൾ ഉപയോഗിച്ച് അവർ സ്വയം നശിപ്പിച്ചുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ സ്വന്തം ശരീരത്തെ ശ്രദ്ധിക്കാതെ, ആവശ്യത്തിന് ഭക്ഷണം കഴിക്കാതെ, അല്ലെങ്കിൽ ആവശ്യത്തിന് വ്യായാമം ചെയ്യാതെ, വേണ്ട കരുതലുകൾ എടുക്കാതെ ശരീരത്തെ നശിപ്പിക്കുന്നത് പൈശാചികമായ ഒരു കാര്യമാണ്. അത് നാം ഒരിക്കലും ചെയ്യരുത്. ദൈവം നൽകിയിരിക്കുന്ന ശരീരത്തെ നാം സൂക്ഷിക്കണം, നാം അതിനെ പരിപാലിക്കണം. യേശു ഈ മനുഷ്യനോട് അവൻ്റെ പേര് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞ ഉത്തരം ലീജിയൻ എന്നാണ്. ഇതിൻ്റെ അർത്ഥം 5000 പേരുള്ള ഒരു പടക്കൂട്ടം എന്നൊക്കെയാണ്. അങ്ങനെ പറയാനുള്ള കാരണം പല ഭൂതങ്ങൾ അവനെ ബാധിച്ചിരുന്നു എന്നതാണ്. പല ഭൂതങ്ങൾക്ക് പലതരത്തിലുള്ള സ്വഭാവമാണല്ലോ. പിശാച് ബാധിച്ച ഒരു വ്യക്തിയുടെ ലക്ഷണം ഇതാണ്. ഓരോ അവസരത്തിലും ഓരോ തരത്തിലായിരിക്കും പെരുമാറുന്നത്. ഇങ്ങനെയുള്ളവരെ കപടഭക്തിക്കാരെന്നാണ് വിളിക്കുന്നത്. അവർ അവസരത്തിനൊത്ത് അവരുടെ സ്വഭാവവും പെരുമാറ്റവും മാറ്റും. കപടഭക്തിയും പിശാചിൽ നിന്നുള്ളതാണ്. ഈ മനുഷ്യൻ യേശുവിൻ്റെ അടുക്കൽ വന്ന് വളരെ ഉച്ചത്തിൽ സംസാരിക്കുകയും യേശുവിനോട് അപേക്ഷിക്കുകയും ഒക്കെ ചെയ്തത് കൂടെയുള്ള എല്ലാവരും കേട്ടു. അവരിൽ എത്ര പേർക്ക് ഇത് ഭൂതമാണ് സംസാരിക്കുന്നതെന്ന് മനസ്സിലായി എന്നെനിക്കറിഞ്ഞുകൂടാ. ഏതായാലും ഭൂതങ്ങൾ യേശുവിനോടൊരു അപേക്ഷ നടത്തി. പാതാളത്തിലേക്ക് വിടരുത്, മറിച്ച് ആ മലയിൽ കാണുന്ന പന്നിക്കൂട്ടങ്ങളിലേക്ക് ഞങ്ങളെ അയക്കണം. യഹൂദന്മാരുടെ രാജ്യമാണ് ഇത്. ഇവിടെ പന്നി നിഷിദ്ധമാണ്. ഇവിടെ പന്നിയുണ്ടെന്ന് മാത്രമല്ല, പന്നിയെ മേയ്ക്കുന്നവരുമുണ്ട്. ദൈവം ചെയ്യരുത് എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം ഒരു തൊഴിലായി സ്വീകരിച്ച് ചെയ്യുന്ന ആളുകൾ ഉള്ള സ്ഥലമാണ് ഗെരസേന്യ ദേശം. അവിടെയുള്ള പന്നികളിലേക്ക് പോകുവാൻ ഈ ഭൂതങ്ങൾ യേശുവിനോട് അനുവാദം ചോദിച്ചു. യേശു അതിന് അനുവദിച്ചു. ഭൂതങ്ങൾ ഈ പന്നികളിൽ കടന്നപ്പോൾ ആ പന്നികൾ ഒരുമിച്ച് പോയി കടലിൽ ചാടി ചത്തു. പന്നികളെ മേയ്ക്കുന്നവർക്ക് അതോടെ തൊഴിലില്ലാതെയായി. അവർ പരാതിയുമായി പട്ടണത്തിലേക്ക് പോയി. അവർക്ക് ഭൂതഗ്രസ്തൻ സൗഖ്യം പ്രാപിച്ചതിൽ ഒരു സന്തോഷവുമില്ല. പന്നികൾ പോയതിലുള്ള വിഷമമാണ്. പട്ടണത്തിൽ നിന്നും ആളുകൾ വന്ന് ഭൂതഗ്രസ്തൻ സൗഖ്യം പ്രാപിച്ച് സുബോധത്തോടെ വസ്ത്രം ധരിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ സന്തോഷിക്കുകയായിരുന്നു വേണ്ടത്. പക്ഷേ അവർ ഭയപ്പെട്ടു. അവർ യേശുവിനോട് പറയുകയാണ്, ഇവിടെ നിന്ന് പോകണം. കാരണം ഈ ഭൂതഗ്രസ്തൻ എങ്ങനെയാണ് സൗഖ്യം കിട്ടിയതെന്ന് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ കണ്ടു. ഈ ഭൂതം ബാധിച്ച ആളും യേശുവും തമ്മിലുള്ള സംഭാഷണം അവർ കേട്ടു. ഭൂതങ്ങൾ പന്നിയിലേക്ക് പൊയ്ക്കോട്ടെ എന്ന് ചോദിക്കുന്നതും യേശു അനുവദിക്കുന്നതും അവർ കേട്ടു. അപ്പോൾ അവർക്ക് മനസ്സിലായി, ഈ ഭൂതഗ്രസ്തൻ സൗഖ്യം കിട്ടിയതുകൊണ്ടാണ് പന്നികൾ ചാകുവാനിടയായത്. ആ പട്ടണത്തിലും ആ നാട്ടിലും അനേക ആളുകൾ രോഗികളായി ഭൂതഗ്രസ്തരായി ഉണ്ടായിരുന്നു. അവർക്കൊക്കെ സൗഖ്യം ലഭിക്കുമായിരുന്നു. പക്ഷെ ഇവർ പറയുകയാണ് യേശുവിനോട്, മതി, ഇവിടെ നിന്ന് പൊയ്ക്കൊള്ളുക. യേശു അവരുടെ വാക്ക് കേട്ട് അവിടെ നിന്ന് മടങ്ങിപ്പോവുകയാണ്. ഈ സമയത്ത് ഭൂതഗ്രസ്തൻ യേശുവിനോട് ഒരു കാര്യം അപേക്ഷിച്ചു. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. ഇതുവരെ ഭൂതത്തിൻ്റെ നിയന്ത്രണത്തിലാണ് അവൻ ചോദിച്ചത് അല്ലെങ്കിൽ പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ ഈ മനുഷ്യൻ സുബോധമുള്ളവനായി തീർന്നു. അവൻ യേശുവിനോട് ഒരു കാര്യം അപേക്ഷിക്കുകയാണ്. അവൻ ചോദിച്ച കാര്യം ഇതാണ്: യേശു, അവിടുന്ന് മടങ്ങിപ്പോവുകയാണ്, ഈ നാട് വിട്ടു പോവുകയാണ്, ഞാൻ അങ്ങയുടെ കൂടെ വരട്ടെ.
സുബോധത്തോടെ യേശുവിനോട് അവൻ ചോദിച്ച ആദ്യത്തെ കാര്യം. പക്ഷെ യേശു പറഞ്ഞു, നോ, നീ എൻ്റെ കൂടെ വരണ്ട. ഭൂതങ്ങൾ പന്നിയിലോട്ട് പോയിക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ യേശു സമ്മതിച്ചു. പക്ഷേ ഈ മനുഷ്യൻ സുബോധത്തോടെ യേശുവിനോട് ചോദിക്കുന്ന ആദ്യ കാര്യം യേശു നിരസിച്ചു. എന്തുകൊണ്ടാണ് യേശു അത് ചെയ്തത്? അതിനൊരു കാരണമുണ്ട്. ഈ മനുഷ്യനെയും കൂട്ടി യേശു ഗലീലയിലേക്കോ യഹൂദിയിലേക്കോ യെരുശലേമിലേക്കോ പോയാൽ അവിടെയുള്ള ആരും ഈ മനുഷ്യനെ അറിയില്ല. ഈ മനുഷ്യൻ അവരോട് ആദ്യം പറയണം, ഞാനൊരു ഭൂതഗ്രസ്തനായിരുന്നു, ഒരുപാട് ഭൂതങ്ങൾ എന്നിൽ ഉണ്ടായിരുന്നു, യേശുവാണ് എനിക്ക് സൗഖ്യം നൽകിയത്. നേരെ മറിച്ച് ഈ വ്യക്തി തൻ്റെ സ്വന്തം പട്ടണത്തിലേക്ക് പോയാൽ ഇവൻ ഒരു ഭൂതഗ്രസ്തനായിരുന്നു, കല്ലറകളിലായിരുന്നു താമസിച്ചിരുന്നത്, ഇവൻ വസ്ത്രം ധരിക്കുകയില്ലായിരുന്നു, ഇവൻ തന്നെത്താൻ നശിപ്പിച്ചുകൊണ്ടിരുന്നവനാണ്, കാടുകളിലാണ് ഇവൻ ജീവിച്ചിരുന്നത്, വീട്ടിൽ താമസിക്കാത്തവനായിരുന്നു. ഈ കാര്യം ഒന്നും അവൻ അവരോട് പറയേണ്ട ആവശ്യമില്ല. അവർക്കറിയാം ഇവൻ സൗഖ്യമുള്ളവനായി സുബോധമുള്ളവനായി എന്ന് അവർ കാണുമ്പോൾ തന്നെ അവർ ചോദിക്കും, നിനക്കെന്ത് സംഭവിച്ചു? അവരോട് ദൈവം നിനക്ക് ചെയ്തു പറയണം. അതാണ് യേശു അവനെ കൊണ്ട് ഉദ്ദേശിച്ചത്. അതുകൊണ്ടാണ് യേശു അവനെ കൂട്ടിക്കൊണ്ടു പോകാതിരുന്നത്. നാം പലരും പലരുടെയും സാക്ഷ്യം കേട്ടിട്ടുണ്ട്. അവരുടെ സാക്ഷ്യം ശ്രദ്ധിച്ചാൽ 20 മിനിറ്റ് സാക്ഷ്യം ഉണ്ടെങ്കിൽ അതിൽ 15 മിനിറ്റും അവർ എത്ര മോശമായിരുന്നു എന്ന കാര്യം പറയും. പിന്നെ 5 അല്ലെങ്കിൽ 3 മിനിറ്റ് കൊണ്ട് കർത്താവ് അവർക്ക് വേണ്ടി ചെയ്തത് എന്താണെന്ന് പറയും. ഈ ഭൂതഗ്രസ്തൻ സ്വന്തം നാട്ടിൽ പോയാൽ ഈ ആദ്യത്തെ 15 മിനിറ്റ് ഉണ്ടല്ലോ, അവൻ എത്ര മോശമായിരുന്നു എന്ന് ആളുകളോട് പറയുന്ന ഭാഗം, അതിൻ്റെ ആവശ്യമില്ല. അവർക്കറിയാം. എന്നാൽ ഇവനുണ്ടായ മാറ്റം എന്താണ്, ദൈവം എന്താണ് നിന്റെ ജീവിതത്തിൽ ചെയ്തത്, അതാണ് അവൻ പറയേണ്ടത്. അത് ഇവൻ്റെ സ്വന്തക്കാരോട്, ഇവൻ്റെ വീട്ടുകാരോട്, ഇവൻ്റെ നാട്ടുകാരോട് പറയാൻ അവന് സാധിക്കും. അതുകൊണ്ടാണ് യേശു അവനെ മടക്കി അയച്ചത്. പ്രിയ സുഹൃത്തേ, നിങ്ങളുടെ ജീവിതത്തിൽ യഥാർത്ഥമായി വ്യത്യാസമുണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വീട്ടുകാരും നിങ്ങളുടെ നാട്ടുകാരും അറിയും. അവരോട് ദൈവം നിങ്ങൾക്ക് വേണ്ടി എന്തു ചെയ്തു എന്ന് നിങ്ങൾ പറയണം. യേശു തൻ്റെ 12 ശിഷ്യന്മാരിൽ ഒരുത്തനായി നിങ്ങളെ സ്വീകരിച്ചു എന്ന് വരികയില്ല. പക്ഷേ യേശു നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥലം, അവിടെ യേശുവിനോ ശിഷ്യന്മാർക്കോ വരാൻ പറ്റാത്ത സ്ഥലമാണ്. അവിടെ നിങ്ങൾക്ക് മാത്രമേ ദൈവം എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തതെന്ന് പറയുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എന്നെ ഈ ഗലീല കടലിൻ്റെ ഇങ്ങേ കരയിൽ ആരുമില്ലാത്ത ഒരിടത്ത് ഉപേക്ഷിച്ചിട്ട് യേശു പോയി എന്ന് ചിന്തിക്കണ്ട. മറിച്ച് നീ യേശുവിൻ്റെ അംബാസിഡറായി, യേശുവിൻ്റെ പ്രതിനിധിയായി ആ സ്ഥലത്ത് ആയിരിക്കുന്നു. ആ നിലയിൽ യേശുവിനെക്കുറിച്ചുള്ള സാക്ഷ്യം മറ്റുള്ളവരോട് പറയാൻ ദൈവം നമ്മളെ ഇടയാക്കട്ടെ. കൂടാതെ പിശാച് ബാധിച്ചയാളുടെ ലക്ഷണങ്ങൾ നാം കണ്ടു. അതിലെന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ തീർച്ചയായും ഓർക്കുക, അത് പരിശുദ്ധാത്മാവിൻ്റെ ലക്ഷണമല്ല, അശുദ്ധാത്മാവിൻ്റെ ലക്ഷണമാണ്.